ഓർമ്മയ്ക്കായി ഭാഗം 70. അഗ്നി, നീ അറിഞ്ഞത് സത്യമാണ്. നീലക്കണ്ണുള്ള 2 സുന്ദരികൾ, ഒന്ന് അപർണ സുബ്രഹ്മണ്യം എന്ന എൻ്റെ പെണ്ണ്, മറ്റൊന്ന് സുബർണ സുബ്രഹ്മണ്യം എന്ന നിൻ്റെ പെണ്ണ്. ആൽഫി പറഞ്ഞതും അഗ്നി പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ആദ്യം ആൽഫി ഒന്ന് ഞെട്ടിയെങ്കിലും അവൻ്റെ തോളിൽ വീഴുന്ന കണ്ണീരിൽ ആൽഫി അറിയുന്നുണ്ടായിരുന്നു അഗ്നിയുടെ വേദന. അവനും പതിയെ അവനെ ചേർത്ത് പിടിച്ചു, അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ടിരുന്നു. ആ സമയം ആൽഫിക്ക് അഗ്നിയോട് ദേഷ്യമല്ലായിരുന്നു, സ്നേഹമാണ് തോന്നിയത്. അപ്പുവിനു വേണ്ടി അവൻ്റെ ഇത്രയും വിഷമങ്ങളും വേദനകളും പ്രതികാരവും എല്ലാം മാറ്റിവെച്ചത് ഓർത്തപ്പോൾ സത്യത്തിൽ ആൽഫിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അപ്പു അവൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് ആൽഫിക്ക് തോന്നി. അല്പസമയം നിന്നതിന് ശേഷമാണ് അഗ്നി ആൽഫിയുടെ തോളിൽ നിന്നും അകന്നു മാറിയത്. ആൽഫിയും അവനെ തടയാനായി നിന്നില്ല. ആൽഫി, അവൾ എന്നെ ഓർക്കുന്നുണ്ടോ ആൽഫി? അഗ്നി ചോദിച്ചു. അവൻ്റെ ചോദ്യത്തിൽ എന്ത് മറുപടി പറയണമെന്ന് ആൽഫിക്ക് അറിയില്ലായിരുന്നു. കാരണം അത് ഇതുവരെ അപ്പു പറഞ്ഞിട്ടില്ല. അത് അഗ്നി, അത് ഇതുവരെ അവൾ ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല. അമ്മുവിനോടും പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവളുടെ മനസ്സിൽ എന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അത് ഞങ്ങൾ ആരുമല്ല ആൽഫി അറിയേണ്ടത്, നീയാണ് അത് ആദ്യം അറിയേണ്ടത്. അവളോട് നീ തന്നെ ചോദിക്ക് അവളുടെ മനസ്സിൽ എന്താണെന്ന്. എന്നിട്ട് നീ തീരുമാനം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, പകയും പ്രതികാരം എന്ന് പറഞ്ഞ് നീ എൻ്റെ അമ്മുവിനെയും സുബർണയെയും ശ്രീവിദ്യ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒന്നും അറിയാത്ത ഒരു സ്ത്രീയാണവർ. അവർക്ക് ചിലപ്പോൾ അവരുടെ അച്ഛൻ്റെയും ആങ്ങളയുടെയും സ്വഭാവമൊന്നും അറിവുണ്ടാവില്ല. അതുകൊണ്ട് ജീവിച്ചു തുടങ്ങിയിട്ടേയുള്ളൂ അവരിപ്പോൾ. അറിയാലോ, നീ എല്ലാം അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ചന്ദ്രശേഖറും ശ്രീവിദ്യയും ജീവിതം തുടങ്ങിയിട്ടേയുള്ളൂ, ഞാനും അമ്മുവും ജീവിതം തുടങ്ങിയതുപോലെ. അതുകൊണ്ട് നിന്റെ പകയും പ്രതികാരവും കഴിഞ്ഞു. തെറ്റ് ചെയ്തവരെ നിങ്ങൾ ശിക്ഷിച്ചു, അതിനാരും പരാതി പറയില്ല, നിന്നെ കുറ്റപ്പെടുത്തുക കൂടിയില്ല. കാരണം എന്താണെന്നറിയോ? നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അത് തന്നെയേ ചെയ്യൂ. നിനക്കറിയാലോ, ആൽഫ്രഡ് സാമുവൽ എന്ന ഞാൻ തെറ്റ് കണ്ടാൽ അത് പ്രതികരിക്കുക തന്നെ ചെയ്യും. അത് ആരാ ചെയ്തത് എന്ന് പോലും ചിലപ്പോൾ ഞാൻ നോക്കില്ല. ചിലപ്പോൾ നീ പ്രതികരിച്ചതിലും രൂക്ഷമായി ആയിരിക്കും ഞാൻ പ്രതികരിക്കാൻ പോകുന്നത്. നിന്നെ എനിക്ക് മനസ്സിലാകും. എനിക്കെന്നല്ല, നീ എന്താണെന്ന് അറിയുന്ന എല്ലാവർക്കും മനസ്സിലാകും. അതുകൊണ്ട് നീ ഇപ്പോഴത്തെ ഈ മൂടുപടം, പ്രതികാരം, എല്ലാവരോടുമുള്ള ദേഷ്യം, അതെല്ലാം നീ മാറ്റ്. നിനക്ക് ഒരു നല്ല ഫ്രണ്ട് പോലുമില്ല അഗ്നി. നീ ആരെയും അടുപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ഫ്രണ്ട് വേണം. നീ നിന്റെ മനസ്സിലുള്ളത് ആരോടും പറയാതെ അടക്കി വെച്ച് നിന്നു. അതാണിപ്പോൾ വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചത്. അത് എന്നോട് നീ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിനക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നില്ലേ? അല്ലെങ്കിൽ അതെൻ്റെ വെറും തോന്നൽ മാത്രമാണോ? ആൽഫി അഗ്നിയുടെ കണ്ണുകളിൽ തന്നെ നോക്കി ചോദിച്ചു. ഇല്ല, നീ പറഞ്ഞത് സത്യമാണ് ആൽഫി. എനിക്ക് നല്ലൊരു ഫ്രണ്ട് പോലുമില്ല. ആരെയും ഫ്രണ്ടാക്കി അടുപ്പിച്ചിട്ടില്ല. എപ്പോഴും ആ സംഭവത്തിന് ശേഷം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എനിക്ക് പേടിയാണ് എല്ലാവരോടും അടുക്കാനും സംസാരിക്കാനും കൂട്ടുകൂടാനും എല്ലാം. ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചു കൊണ്ടിരുന്നത് മുത്തശ്ശിയോടും. പിന്നെ അമ്മയുടെ വയറ്റിൽ ഒരു കുഞ്ഞുവാവ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു. അനിയത്തിക്കുട്ടിയാകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതറിഞ്ഞ ആ സമയം മുതൽ എപ്പോഴും എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ഓടി വരുമായിരുന്നു അമ്മയുടെ അടുത്തേക്ക്. അമ്മയുടെ വയറ്റിൽ തല ചേർത്ത് വെച്ച്, മുഖം ചേർത്ത് വെച്ച് ഞാൻ സംസാരിക്കായിരുന്നു. ഞാൻ സംസാരിക്കുമ്പോൾ മാത്രം പ്രതികരിക്കുന്ന ഒരു അനുജത്തിക്കുട്ടിയായിരുന്നു. എനിക്ക് മുഖം ഓർത്തു പോലും വെക്കാൻ ഞാൻ ഓർക്കുന്നില്ല. അച്ഛൻ്റെ കയ്യിൽ ചലനമില്ലാതെ കിടന്ന എൻ്റെ മാവയെ കണ്ട ആ ഷോക്ക്, അത് പേടിയായിട്ട് മാറുകയായിരുന്നു. പിന്നീട് പഠിച്ച കോളേജിലും ആരുമായിട്ടും എനിക്ക് കൂട്ടുണ്ടായിരുന്നില്ല. കൂട്ടുകൂടാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്, എങ്കിലും ഞാൻ ആരെയും അടുപ്പിച്ചിട്ടില്ല. പിന്നെ ജോലി, ബിസിനസ് തിരക്കുകൾ, അതിൻ്റെ കാര്യമായിട്ട് പോകുമ്പോഴും എല്ലാം എൻ്റെ മനസ്സിൽ പക മാത്രമായിരുന്നു. അത് മാറാതെ മനസ്സിൽ കൊണ്ടു നടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിൻ്റെ മകള്
ഇവിടെ കേരളത്തിലുണ്ടെന്ന് അറിഞ്ഞ് ഞാൻ വരുന്നത്. അന്നു മുതൽ അന്വേഷണമായിരുന്നു. അങ്ങനെ എൻ്റെ മുന്നിൽ അവൾ വന്ന് പെട്ടു. അന്ന് ഞാൻ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് വല്ലാത്ത ഷോക്കായിരുന്നു. എൻ്റെ മുത്തശ്ശിയെ പോലെ തന്നെ. എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. പക്ഷേ ആ കണ്ണുകൾ അപ്പോഴും ബ്ലൂ അല്ലായിരുന്നു. അതുകൊണ്ട് അതിൽ മാത്രം ചെറിയൊരു വിഷമം തോന്നി എനിക്ക്. പിന്നീട് എല്ലാ ദിവസവും അവളെ കാണാൻ വരുമായിരുന്നു, രാവിലെയും വൈകിട്ടും. പക്ഷേ അപ്പോൾ പോലും ഞാൻ ഇവരെ രണ്ടുപേരെയും ഒരുപോലെയുള്ള കുട്ടികളാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതെന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. അഗ്നി പറഞ്ഞു. അത് വേറൊന്നുമല്ല, ആ സമയം അമ്മു ഇവിടെ ഉണ്ടായിരുന്നില്ല. അമ്മു ഹൈദരാബാദും അപ്പു ഇവിടെയുമാണ് പഠിച്ചത്. രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ടും പിന്നെ അവർ ട്വിൻസ് ആണെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയും ശ്രീവിദ്യ ആൻറ്റി ചെയ്തതാണ്. പക്ഷേ അവധി ദിവസങ്ങളിൽ രണ്ടും ഒരുമിച്ച് കൂടും. അത് നീ കണ്ടില്ല എന്ന് മാത്രം. അപ്പു ആയിരുന്നു അന്ന് ഇവിടെ പഠിച്ചത്, അതുകൊണ്ടാണ് നീ അപ്പുവിനെ മാത്രം കണ്ടത്, ആൽഫി പറഞ്ഞു. ആൽഫി അപ്പു എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാകാതെ അഗ്നി അവനെ നോക്കി. എന്താ നീ ഇങ്ങനെ നോക്കുന്നത്? ആൽഫി ചോദിച്ചു. സുപർണ, അവളെ എല്ലാവരും അപ്പു എന്ന് വിളിക്കുന്നത്, അപർണയെ അമ്മു എന്നും. പിന്നെ രണ്ടുപേരെയും ഒരുമിച്ച് കാണാത്തത് കൊണ്ടാണ് നിനക്ക് ഇത്രയും നാളും സംശയമൊന്നും തോന്നാതിരുന്നത്. ഇന്ന് പക്ഷേ യാദൃച്ഛികമായി നീ കണ്ടു അല്ലേ? ആൽഫി ചോദിച്ചു. കണ്ടു, അമ്പലത്തിൽ വെച്ച്. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ പെണ്ണല്ലായിരുന്നോടാ അത്? അഗ്നി ചോദിച്ചു. അതെ, നീ അമ്പലത്തിൽ വെച്ച് കണ്ടത് നിൻ്റെ പെണ്ണായിരുന്നു. പക്ഷേ നീ പാടത്തിൻ്റെ കരയിൽ ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിന്നില്ലേ, അത് എൻ്റെ പെണ്ണായിരുന്നു, ആൽഫി പറഞ്ഞു. അഗ്നി അതിശയത്തോടെ ആൽഫിയെ നോക്കി. നീ നീ എന്നെ കണ്ടായിരുന്നോ അവിടെ വെച്ച്? അഗ്നി ചോദിച്ചു. കണ്ടായിരുന്നു. തിരിച്ച് നീ വന്ന് വണ്ടിയിലേക്ക് നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു, ആൽഫി പറഞ്ഞു. അപ്പോൾ ഇങ്ങനൊരു മീറ്റിംഗ് നീ പ്രതീക്ഷിച്ചിരുന്നു അല്ലേ ആൽഫി? അഗ്നി ചോദിച്ചു. തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഞങ്ങളുടെ അപ്പുവിനെ നീ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീ എന്നെ അന്വേഷിച്ച് വരുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ അന്വേഷിച്ച് വരുന്നത് ഇങ്ങനെയാകുമെന്ന് ഞാൻ കരുതിയില്ല, ആൽഫി പറഞ്ഞു. അത് നിനക്കറിയാൻ പാടില്ല ദീപോ. നിന്നോട് ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെ ഞാൻ അനുഭവിച്ച വിഷമം, അഗ്നി പറഞ്ഞു. എനിക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് നിൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങളോ നിൻ്റെ ജീവിതത്തിലെ ഒരു സന്തോഷങ്ങൾ പോലുമോ നീ മറ്റാരോടും ഷെയർ ചെയ്യുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം, ആൽഫി പറഞ്ഞു. മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എൻ്റെ ഈ ദേഷ്യത്തേക്ക് സഹിച്ച് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയ ഒരു ഫ്രണ്ടൊന്നും ഉണ്ടാകില്ലടാ, അഗ്നി പറഞ്ഞു. ആര് പറഞ്ഞു? ഞാൻ നിൻ്റെ നല്ല ഫ്രണ്ടാകാം. എന്തു പറയുന്നു? ആൽഫി ചോദിച്ചു. അല്ലെങ്കിലും നിന്നോട് ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോഴേ എനിക്ക് നീ നല്ല ഫ്രണ്ടായി കഴിഞ്ഞിരുന്നു ആൽഫി, അഗ്നി പറഞ്ഞു. പക്ഷേ ആൽഫി, ഇത് ഞാനും അയ്യങ്കാർ മനയും മാത്രമുള്ള ശത്രുതയൊന്നുമല്ല. ഇതിന് പിന്നിൽ മറ്റാരോ കൂടിയുണ്ട്. കാരണം അന്ന് എൻ്റെ അപ്പുവിനെ വണ്ടിയിടിച്ചത് ഞാൻ കണ്ടതാണ്. മനഃപൂർവ്വം വന്ന് ഇടിക്കുകയായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് അതിൻ്റെ പുറകെ പോകാൻ പറ്റിയില്ല. അറിയാലോ, എങ്ങനെയെങ്കിലും അപ്പുവിനെയും കൊണ്ട് പോകാനാണ് ഞാൻ ശ്രമിച്ചത്. അവളെയും കൊണ്ട് വേഗം എൻ്റെ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് ഞാൻ പോയത്. അവിടെ നിന്നും തിരിച്ചു പിടിക്കുകയായിരുന്നു ഞാൻ അവളെ എൻ്റെ ജീവിതത്തിലേക്ക്, ആർക്കും കൊടുക്കാതെ. പണ്ടുള്ളവർ പറയില്ലേ, കാക്കയ്ക്കും പൂച്ചയ്ക്കും ഒന്നും കൊടുക്കാതെ എന്ന്. അതുപോലെ ആരുടെ കണ്ണിലും പെടാതെ ആ ഒരു മാസം, അന്ന് ആ ഒരു മാസം അതെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇനി അവളെൻ്റെ ജീവിതത്തിലേക്ക് വന്നാലും ഞങ്ങളുടെ ആ ഒരു മാസം അവൾക്കും ഓർമ്മയുണ്ടെങ്കിൽ മനസ്സിൽ നിന്നും പോകില്ല, എനിക്കുറപ്പാണ്. ജീവിതാവസാനം വരെ ഞങ്ങളുടെ ഏറ്റവും നല്ല കുറച്ച് ദിവസങ്ങളായിരിക്കും അത്, അഗ്നി പറഞ്ഞു. അതൊക്കെ പോട്ടെ, ഇന്ന് എത്ര അടിച്ചു? അത് രാവിലെ അങ്ങനൊരു സിറ്റുവേഷൻ ഞാൻ ഹാൻഡിൽ ചെയ്തത് എങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല ആൽഫി. അവിടെ നിന്ന് നേരെ പോയത് എൻ്റെ ആളുകളെ വിളിക്കാനാണ്. ഞാൻ ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിൻ്റെ ഡെലിവറി മുതൽ അന്വേഷിച്ചു. ശരിക്കും അന്ന് അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് അന്വേഷിച്ചില്ല. കാരണം അപർണ സുബ്രഹ്മണ്യം എന്ന ആ കുട്ടി ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റൊന്നിനെക്കുറിച്ചും ആലോചിച്ചില്ല.
ഇങ്ങനെ അവർ ഇരട്ട കുട്ടികളായിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ പുറകെ പോയില്ല. പക്ഷെ ഇന്ന് വ്യക്തമായിട്ട് ഞാൻ അന്വേഷിച്ചു. അതിലൂടെ സത്യസന്ധമായ കാര്യങ്ങൾ അറിയുകയും ചെയ്തു. ശ്രീവിദ്യ സുബ്രഹ്മണ്യം ജന്മം കൊടുത്തത് 2 പെൺകുട്ടികൾക്കാണ്. ഒരുപോലെ ഇരിക്കുന്ന 2 പെൺകുട്ടികൾക്ക്. ശരിക്കും സന്തോഷമാണോ സങ്കടമാണോ തോന്നിയെന്ന് എനിക്കറിയില്ല. കാരണം മനയിലെ ക്ഷേത്രത്തിൽ വെച്ച് അമ്മു എൻ്റെ മുഖത്ത് നോക്കി, എൻ്റെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു, ഞാൻ ആൽഫ്രഡ് സാമുവൽ നരിക്കുന്നേലിൻ്റെ പെണ്ണാണെന്ന്. ഒരിക്കലും മറ്റൊരാളുടെ പെണ്ണാകാൻ ഞാൻ ജീവനോടെ ഉണ്ടാകില്ല എന്ന്. അത്രയും ആത്മവിശ്വാസത്തോടെ, അത്രയും നിന്നോടുള്ള സ്നേഹത്തോടെ പറയുന്ന ആ പെൺകുട്ടിയെ ഞാൻ എത്ര തന്നെ എൻ്റെ പ്രണയം പറഞ്ഞ് ജീവിതത്തിലേക്ക് വിളിച്ചാലും ഒരിക്കലും അവൾ വരില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതിൻ്റെ സങ്കടം എനിക്ക് വളരെ കൂടുതലായിരുന്നു ആൽഫി. അന്നു മുതലേ അത്യാവശ്യം നന്നായിട്ട് മദ്യപിച്ചിരുന്നു. പിന്നീട് പലപ്പോഴും അമ്മുവിനെ കാണുമ്പോഴെല്ലാം എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യം വന്നിട്ടുണ്ട്. അത് ഇങ്ങനെ വരുമ്പോൾ മദ്യത്തെ തന്നെ ആശ്രയിക്കും. കാരണം നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾ ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അവൾ ജീവിക്കാൻ വേണ്ടി മാത്രമാണ് നിനക്ക് ആയുസ് ഞാൻ തന്നത്. ഇല്ലെങ്കിൽ പണ്ടേ നിന്നെ ഞാൻ കൊന്നുകളഞ്ഞേനെ. അഗ്നി ചിരിയോടെ പറഞ്ഞതും ആൽഫി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അതെനിക്കറിയായിരുന്നു. നിൻ്റെ ഒരു അറ്റാക്ക് ഞാൻ പ്രതീക്ഷിച്ചു തന്നെയാണ് നടന്നത്, ആൽഫി പറഞ്ഞു. അഗ്നി, നിനക്കുറപ്പാണോ നീ അല്ലാതെ മറ്റൊരു ശത്രു ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിനുണ്ടെന്ന്, അമ്മുവിനും അപ്പുവിനും ഉണ്ടെന്ന് ആൽഫി ചോദിച്ചു. ഉണ്ട് ആൽഫി. അന്നത്തെ ആ സംഭവത്തിൽ ഞാൻ അതിൻ്റെ പുറകെ പോയില്ല എന്ന് പറഞ്ഞ സത്യമാണ്. അന്ന് ആ വണ്ടി മനഃപൂർവ്വം എൻ്റെ അപ്പുവിനെ ഇടിച്ചതാണ്. അതെനിക്ക് 100% ഉറപ്പാണ്, അഗ്നി പറഞ്ഞു. അപ്പോൾ ശത്രുക്കളുണ്ട് ഇനിയും അല്ലേ? ഉണ്ട് ആൽഫി, ശത്രുക്കളുണ്ട്. അതിൽ പറഞ്ഞു, ജയദേവ് മാണിക്കത്താൻ അല്ലേ? അഗ്നി പറഞ്ഞു നിർത്തിയതും ആൽഫി ചോദിച്ചു, നിനക്കറിയായിരുന്നോ? പിന്നെ എനിക്കറിയാമായിരുന്നു. ആ മനയെയും സ്വത്തുക്കളെയും എല്ലാം കണ്ണുവെച്ച് നടന്ന ജയദേവ് മാണിക്കത്താന് അവരുടെ തറവാട്ടിലെ ഏക പെൺതെരിയായ മനയ്ക്കലെ പുതിയ അവകാശിയായ എൻ്റെ പെണ്ണിനെ സ്വന്തമാക്കാൻ ഏത് വഴിയും ജയദേവ് മാണിക്കത്താൻ ശ്രമിക്കുമെന്ന്. അതിനൊരു പക്ഷേ സ്വന്തം ആങ്ങളെയും പെങ്ങളും എന്നുള്ള ബന്ധം പോലും അയാൾ മറന്ന് യുവരാജനെ കൊണ്ടുപോലും ചിലപ്പോൾ എൻ്റെ അമ്മുവിനെ വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു, ആൽഫി പറഞ്ഞു. അവൻ പറയുന്നത് കേട്ടതും അഗ്നി അവനെ ഞെട്ടലോടെ നോക്കി. എന്താ നീ ഒന്ന് ഞെട്ടിയത്? ആൽഫി ചോദിച്ചു. ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അഗ്നി പറഞ്ഞു. അത് കേട്ട് ആൽഫി ചിരിച്ചു. സത്യം പറ ആൽഫി, നിനക്ക് കാര്യങ്ങളെല്ലാം എത്തിച്ചേരുന്ന ആരെങ്കിലും ആ തറവാട്ടിലുണ്ടോ? അഗ്നി ചോദിച്ചു. അതൊന്നും പറയാൻ നീ എൻ്റെ അടുത്തേക്ക് അത്ര ഫ്രണ്ട്ഷിപ്പ് ആയിട്ടില്ല. അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ, എന്നിട്ട് പറയാം. അതെ, ഞാൻ പൊക്കോട്ടെ. കുറച്ചു നേരമായി ഞാൻ വീട്ടിൽ നിന്ന് പോന്നിട്ട്. ഇനിയും എന്നെ കണ്ടില്ലെങ്കിൽ ഇന്ന് നോ എൻട്രി ബോർഡ് വയ്ക്കും എൻ്റെ വൈഫൈ. അതുകൊണ്ട് ഞാൻ പോകാൻ നോക്കട്ടെ. നീ ഇനിയും വേണമെങ്കിൽ വെള്ളം അടിച്ച് നിൻ്റെ പെണ്ണ് സുബർണ എന്ന ഞങ്ങളുടെ അപ്പു അവളെയും ഓർത്ത് കിടന്നു. പക്ഷേ ഓർക്കുമ്പോൾ എൻ്റെ അമ്മുവിൻ്റെ മുഖം ഒന്ന് മാറ്റി പിടിച്ചേക്കണോ ഇനി? അവിടെ നിൻ്റെ പെണ്ണ് മാത്രമേ വരാൻ പാടുള്ളൂ, ആൽഫി പറഞ്ഞു. അതെങ്ങനെയാ രണ്ടുപേരും ഒരുപോലെയല്ലേ ഇരിക്കുന്നത്? അഗ്നി ചോദിച്ചു. അതും ശരിയാ. പക്ഷേ ഞാൻ അമ്മുവിനെയും അപ്പുവിനെയും ഒരുപോലെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് യാത്രകളും നടത്തിയിട്ടുണ്ട്. എന്നിട്ട് പോലും എനിക്ക് ഓർക്കുമ്പോൾ എൻ്റെ പെണ്ണിൻ്റെ മുഖം മാത്രമാണല്ലോ വരുന്നത്, ആൽഫി പറഞ്ഞു. അതെന്താണെന്നറിയോ നിനക്ക്? നിൻ്റെ മനസ്സിൽ നിന്നെ പ്രണയത്തോടെ നോക്കുന്ന നിൻ്റെ പെണ്ണിൻ്റെ മുഖമാണ്. നിങ്ങളുടെ പ്രണയ നിമിഷങ്ങളായിരിക്കും നീ ഓർക്കുന്നത്. അവിടേക്ക് മറ്റൊരാളുടെ മുഖം വരില്ല ആൽഫി, അഗ്നി പറഞ്ഞു. എന്നാൽ പിന്നെ 1 മാസം ഞങ്ങളുടെ അപ്പുവിനെ നിൻ്റെ കയ്യിൽ കിട്ടിയതല്ലേ? നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള മൊമെൻറ്റ്സ് നിനക്കും ഉണ്ടാവുമല്ലോ. അത് ഓർത്തിരുന്നാൽ മതി. പിന്നെ വെള്ളടിക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളല്ല അവർ രണ്ടുപേരും. അതുകൊണ്ട് നിർത്തിക്കോ. എന്നാ ഞാൻ പൊക്കോട്ടെ. ഞാൻ അവിടെ നിന്ന് പോന്നപ്പോൾ തന്നെ എൻ്റെ അനിയന്മാരും അനിയത്തിമാരും അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. മിക്കവാറും ആ ഗേറ്റിൻ്റെ ഭാഗത്ത് പതുങ്ങി നിൽക്കുന്നുണ്ടാവും. ഞാൻ എങ്ങോട്ടാണ് പോയതെന്ന് അറിയാൻ. വെള്ളടിക്കാൻ പോയതെന്നായിരിക്കും ചിന്തിക്കുന്നത്. അറിയില്ലല്ലോ
ഒരു ആറ്റം ബോംബ് വന്ന് ഇവിടെ എന്നെ കാത്തു നിൽക്കുന്ന കാര്യം ആൽഫി ചിരിയോടെ പറഞ്ഞു. ആൽഫി, റിയലി സോറി. ശരിക്കും ശരിക്കും നീ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. നീ നീ ശരിക്കും ഹീറോയാടാ, അഗ്നി പറഞ്ഞു. വേണ്ട, ഒറ്റയ്ക്ക് ഹീറോ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഒപ്പം തല്ലും അടിയും ഇടിയുമെല്ലാം ഷെയർ ചെയ്യാൻ പോരുന്നോ എൻ്റെ കൂടെ? ആൽഫി ചോദിച്ചു. ഞാനുണ്ടാകും നിങ്ങളുടെ കൂടെ. പക്ഷേ ആരും അറിയണ്ട. തൽക്കാലത്തേക്ക് ഞാൻ നിന്നെ ഇതുപോലെ വന്ന് കണ്ടതും ഇങ്ങനെ ചേർത്ത് പിടിച്ചതും എൻ്റെ സങ്കടങ്ങളെല്ലാം നിന്നിൽ ഇറക്കി വെച്ചതും ഒന്നും ആരും അറിയണ്ട. ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മുടെ 2 പെണ്ണുങ്ങളുടെയും ജീവിതം ആപത്തിലാകും, അഗ്നി പറഞ്ഞു. ശരി, അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക്, നമുക്ക് സംസാരിക്കാം. ഇപ്പം തൽക്കാലം നീ പോയി കിടന്ന് ഉറങ്ങടാ, ഞങ്ങളുടെ അപ്പൂനെയും സ്വപ്നം കണ്ടുകൊണ്ട് എന്ന് പറഞ്ഞ് ആൽഫി കാറിൻ്റെ ഡോറ് തുറന്ന് ഇറങ്ങി. ആൽഫി, അപ്പു അപ്പു എവിടെയുണ്ട്? അഗ്നി ചോദിച്ചു. എന്താ, നിനക്ക് കാണണോ അവളെ? ആൽഫി ചോദിച്ചു. കാണണോ ആൽഫി? നേരിട്ട് ഞാൻ ചെല്ലില്ല, മറിഞ്ഞിരുന്നെങ്കിലും എനിക്ക് കാണണം, അഗ്നി പറഞ്ഞു. നീ ഒരു 2-3 ദിവസം വെയിറ്റ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ കാണണോ നിനക്ക് അവളെ? ആൽഫി ചോദിച്ചു. എത്രയും പെട്ടെന്ന് കാണണം, അഗ്നി പറഞ്ഞു. എന്നാൽ പിന്നെ ഹൈദരാബാദിന് വിട്ടോ, ആള് ഹൈദരാബാദുണ്ട്. എവിടെയാണ് എന്നെല്ലാം ഞാൻ നിനക്ക് മെസ്സേജ് ചെയ്യാം, ആൽഫി പറഞ്ഞു. അത് കേട്ടപ്പോൾ അഗ്നിയുടെ മുഖം ഒന്ന് തിളങ്ങി. ഓ, സന്തോഷം കണ്ടോ? പോകാൻ നോക്ക്, പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ, ആൽഫി പറഞ്ഞു. ഞാൻ നേരെ എയർപോർട്ടിലേക്കാണ്. എനിക്ക് അവളെ കാണണം, അഗ്നി പറഞ്ഞു. ധൈര്യമായിട്ട് പോയിട്ട് വാ. അപ്പോൾ വന്നിട്ട് നമുക്ക് കാണാം. എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം. പിന്നെ അപ്പു നിന്നെ ഓർക്കുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നീ അവളെ കാണാൻ പോവാൻ, ആൽഫി പറഞ്ഞു. അത് കേട്ടതും അഗ്നിയുടെ മുഖത്തെ ചിരി മാഞ്ഞു. ഒന്നും മിണ്ടാതെ ആൽഫിയെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തുകൊണ്ട് അഗ്നി കാർ എടുത്തുകൊണ്ട് പോയി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.